മനുഷ്യൻ വ്യത്യസ്തമായ സ്വഭാവങ്ങളുടെ ഉടമയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് മനുഷ്യർ. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ പലവിധമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പ്രവർത്തികൾ, സംസാരശൈലി ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവയാണ് എന്ന് കരുതപ്പെടുന്നു. അതിനെക്കുറിച്ച് തന്നെ മനുഷ്യ സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണത്തെക്കുറിച്ച് പലവിധമായ ചർച്ചകളും പലവിധമായ ചിന്തകളുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഓരോ വ്യക്തികളുടെയും സ്വഭാവം സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് രൂപവൽക്കരിക്കപ്പെടുന്നത് അവൻ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൻ്റെയും അവൻ്റെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളർന്നു വരുന്ന കുടുംബാന്തരീക്ഷം, തൻ്റെ സുഹൃത്ത് വലയങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. പല വ്യക്തികൾക്കും പല സ്വഭാവങ്ങളാണ്, നമുക്കെല്ലാവർക്കും അതറിയാവുന്നതുമാണ്. എന്നാൽ ചില വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിലാകട്ടെ, അവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, പല കാര്യങ്ങളും ആരും പറയാതെ നോക്കിയും കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് അവർ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബത്തിലോ, അവരായിരിക്കുന്ന സമൂഹത്തിലോ, അവർ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്കകത്തോ, അവരുടേതാകുന്ന സാഹചര്യങ്ങൾക്കകത്ത് പല കാര്യങ്ങളും ആരും പറയാതെ തന്നെ സ്വയമായി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പല വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത്തരക്കാർ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം അറിഞ്ഞു ചെയ്യുമ്പോഴും ആ വ്യക്തി ഇതൊന്നും അറിഞ്ഞു ചെയ്യുന്നില്ല, മാർത്തയെ പോലെ, അല്ലേ? എന്നാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ചില വ്യക്തികൾ സ്വയമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റു ചിലരെന്ന് പറയുന്നത് അവർ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവരുടെ ശ്രദ്ധ വേറെ പലതിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ അവരിൽ അനേകർ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ നല്ല മനസ്സുള്ളവരുമായിരിക്കും. ചിലരെത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ സ്വയമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എങ്കിലും മറ്റു ചിലർ ഒന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും വചന സന്ദേശത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. കാരണം വചനത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം, എന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ ദൈവം നൽകുന്ന ആത്മീക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുകയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധ്യമാകുന്നത്. ചിലർ പല കാര്യങ്ങളും സ്വയമായി ചെയ്യുന്നു, മറ്റു ചിലർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമായി വരുന്നു, പ്രചോദനങ്ങളും പ്രബോധനങ്ങളും ആവശ്യമായിരുന്നു. ചിലർ അങ്ങനെയാണ്.